ഹായ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഏത് സമയമാണ് പഠിക്കാൻ ബെറ്റർ, അല്ലെങ്കിൽ ഏത് സമയത്ത് പഠിച്ചാലാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കാൻ കഴിയുക എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ രീതിയിൽ എല്ലാവരും പറയുന്നത്, അത് പല ആളുകൾക്കും പല അഭിപ്രായങ്ങളാണ്. നമ്മൾ രാവിലെ പഠിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ, അതല്ല നമ്മൾ രാത്രി സമയങ്ങളിൽ പഠിക്കുന്നതാണ് ബെറ്റർ, അല്ലെ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിക്കാൻ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, അല്ലെ? രാവിലെ ആയാലും രാത്രി ആയാലും ഉച്ചക്കായാലും പഠിക്കാൻ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ രാവിലെയാണ് പഠിക്കാൻ ഇരിക്കുക, അല്ലെ? ഒരുവിധം ആളുകൾ അല്ലെങ്കിൽ ഒരുവിധ കുട്ടികളുടെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടോട്ടലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെ പഠിക്കാൻ ഇരിക്കുക എന്നുള്ളതാണ്, അല്ലെ? രാവിലെ നമ്മളൊരു 5:30 അല്ലെങ്കിൽ 6, ഒരു 6 മണി മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മണി മുതൽ നമുക്ക് ഒരു 8 മണി വരെ എന്ന് പറയുന്നത് വളരെ കാം ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ പീസായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. രാവിലെ ഈ ഒരു സമയത്ത് പഠിക്കുന്നതിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ രാത്രി നല്ലൊരു ഉറക്കം ഉറങ്ങി, അല്ലെ? നമ്മൾ നിർബന്ധമായിട്ടും ഒരു 6 to 7 മണിക്കൂർ നല്ലൊരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഉറക്കത്തിൽ നിന്ന് നമ്മൾ എണീച്ച് നമ്മൾ ഫ്രഷ് ആവുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ രാവിലെ ഒരു 6 മണി എന്ന് പറയുന്നത്. സോ രാവിലെ ഒരു 6 മണി മുതൽ 8 മണി വരെ നമ്മൾ പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ രാത്രി ഉറക്കമൊക്കെ ഉറങ്ങി, അല്ലെ? ഒരു 6 to 7 മണിക്കൂർ നല്ലൊരു ഉറക്കം ഉറങ്ങി രാവിലെ എണീക്കുന്നത്, നമ്മൾ നല്ലൊരു ഫ്രഷ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ് രാവിലെ 6 മണി മുതൽ ഒരു 8 മണി വരെ എന്നുള്ളത്, അല്ലെ? ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോകുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ആൾക്കാരാവാം, മറ്റല്ലെങ്കിലും ക്ലാസ്സുകൾക്ക് പോകുന്ന ആൾക്കാരാവാം. നമുക്ക് ഒരു 9 മണി അല്ലെങ്കിൽ 9:30 എന്നുള്ളതായിരിക്കും നമ്മുടെ ക്ലാസിന്റെ ടൈം എന്ന് പറയുന്നത്. ഇതിന്റെ മുൻപേ ആയിട്ട് നമുക്കൊരു 6 മണി മുതൽ 7 മണി, അല്ലെങ്കിൽ 6 മണി മുതൽ 8 മണി വരെ വളരെ പീസായിട്ട് ആരുടെയും ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ നമ്മൾ പഠിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എപ്പോഴും നമ്മുടെ തലയിൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ഫീഡ് ആവുന്ന ഒരു കാര്യം കൂടിയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ടൈമും കൂടിയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആരുടെയും ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പുതിയൊരു സ്റ്റാർട്ടിലെ, നമ്മൾ രാവിലെ തന്നെ വേക്കപ്പ് ചെയ്തു നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ടോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയ ചാപ്റ്റേഴ്സോ പുതിയ കണ്ടന്റുകളോ പഠിക്കുന്ന സമയത്ത് അത് എപ്പോഴും നമ്മുടെ ബ്രെയിനിൽ നമ്മളെ ഫസ്റ്റ് വരുന്ന ഒരു കണ്ടന്റ് ആണ്, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡേയിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന കണ്ടന്റ് എന്താണോ അത് നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ആവുന്നതായിരിക്കും. സോ രാവിലെ പഠിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പല ഗുണങ്ങളും നമുക്ക് എന്താണ് ഇന്ന് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ, അല്ലെങ്കിൽ ഒരു വിഭാഗം കുട്ടികൾ പറയുന്നത്, നമുക്ക് രാത്രിയാണ് പഠിക്കാൻ നല്ലത്, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ആണ് പഠിക്കാൻ നല്ലത് എന്നുള്ളതാണ്. ലേറ്റ് നൈറ്റും നമുക്ക് പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു സമയം തന്നെയാണ്. രാത്രി ഒരു 10 മണിക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു 11 മണി മുതലൊക്കെ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അതും നമുക്ക് വളരെ പീസ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരിക്കും അന്നേരം നമുക്ക് ക്രിയേറ്റ് ആവുന്നത്. സോ ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാവുന്നതാണ്, പഠിക്കാൻ പറ്റാവുന്നതാണ്. എന്നാൽ രാത്രി പഠിക്കുന്നതിന്റെ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, രാത്രി ആവുമ്പോഴേക്ക്, അല്ലെങ്കിൽ രാവിലെ മുതൽ ഒരു ഈവനിങ്, അല്ലെങ്കിൽ ആ ഒരു രാത്രി ടൈം വരെ നമ്മൾ കംപ്ലീറ്റ്ലി വർക്കിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആയിരിക്കും. സോ രാത്രി ആ ഒരു ടൈം ആവുമ്പോഴേക്ക് നമ്മൾ ബ്രെയിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ടയേർഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഉറക്ക് വരാനും പെട്ടെന്ന് തന്നെ ഒരു ടയേർഡ് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് രാത്രി പഠിക്കുന്നതിന് നമുക്ക് ഉണ്ടാവുന്നതാണ്. എന്നാൽ നമ്മൾ ഇന്നിപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ള രാവിലെ പഠിക്കുക അല്ലെങ്കിൽ രാത്രി പഠിക്കുക എന്നുള്ളത് ഓരോ ആൾക്കാരുടെയും അഭിപ്രായങ്ങൾക്കും ഓരോ ആൾക്കാരുടെയും പ്രയോറിറ്റികൾക്കും അനുസരിച്ചിരിക്കും. എന്നാൽ ഈ ഒരു സമയം കൂടാതെ മറ്റേത് സമയത്തും, ഉച്ചക്കായാലും വൈകിട്ടായാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പഠിക്കാനിരിക്കാവുന്നതാണ്. പഠിക്കാനിരിക്കാൻ നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് വളരെ പീസായിട്ട്, അല്ലെങ്കിൽ മറ്റൊരു ഡിസ്റ്റർബൻസ് വരാത്ത നല്ലൊരു ആംബിയൻസും പഠിക്കാനുള്ള ഒരു മൈൻഡും നമുക്കുണ്ടെങ്കിൽ ഏത് സമയവും നമുക്ക് ബെറ്റർ ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇനി നന്നായി പഠിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതായത് നല്ല രീതിയിൽ ഉറക്കം, നമ്മുടെ ഒരു 7 to 8 ഹവേഴ്സ് നല്ല രീതിയിൽ ഉറങ്ങുക. അതുപോലെ തന്നെ എന്താണോ നമുക്ക് പഠിക്കാനുള്ളത് ആ ഒരു കണ്ടന്റിന്റെ, അല്ലെങ്കിൽ ആ ഒരു പഠിക്കാനുള്ള സബ്ജക്റ്റിന്റെ എല്ലാ അവൈലബിൾ റിസോഴ്സസും നമ്മുടെ കയ്യിൽ ആ ഒരു ടൈമിലേക്ക് നമ്മൾ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ റിസോഴ്സസ്, ചിലപ്പോൾ PDF-കളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെറ്റീരിയൽസ് ആയിരിക്കാം. ഇതുപോലുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ ആ ഒരു ടൈമിൽ നമ്മുടെ ഫ്രണ്ടിൽ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. ഇതുകൂടാതെ തന്നെ പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ചെറിയ എക്സസൈസുകൾ, അതായത് ജസ്റ്റ് ഒരു വാക്കിംഗ്, അല്ലെ? ഒരു 5 മിനിറ്റ്സ് ഒന്ന് വാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്കിപ്പിംഗ് ചെയ്യുക. ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്നുകൂടെ ഫ്രഷ് ആവുകയും അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടി പറ്റാവുന്നതാണ്. സോ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും നല്ല രീതിയിൽ പഠിക്കാവുന്നതാണ്. ആൻഡ് ഓൾ ദി ബെസ്റ്റ്.